തൃശൂരിലെ വോട്ടർ പട്ടിക വിവാദത്തിൽ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് നടന്ന CPIM അക്രമത്തിനെതിരെ BJPയുടെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. തൃശൂർ കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എറണാകുളം കമ്മീഷണർ ഓഫീസിലേക്കും BJP മാർച്ച് നടത്തി. ജെയ്സൺ ചാമവളപ്പിലും ലേബി സജീന്ദ്രനും നൽകും വിശദാംശങ്ങൾ. ജെയ്സണിലേക്ക് ആദ്യം. ജെയ്സൺ, തൃശൂരിൽ വലിയ പ്രതിഷേധം തന്നെ കണ്ടു. എങ്ങനെയാണ് പ്രതിഷേധക്കാരെ പോലീസ് നേരിട്ടത്? റോഷ്നി, ഇന്ന് രാവിലെ ഏകദേശം 12 മണിയോടുകൂടിയാണ് പ്രതിഷേധ സമരം പഴയ നടക്കാവിൽ നിന്ന് ആരംഭിക്കുന്നത്. BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനും ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു സമരം. വലിയ രീതിയിലുള്ള പ്രവർത്തകരുടെ രോഷം ഈ സമരത്തിലുണ്ടായെന്ന് നമുക്ക് പറയേണ്ടി വരും. കമ്മീഷൻ ഓഫീസിന് സമീപത്ത് വെച്ച് ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. പിന്നീട് ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമമായിരുന്നു. ഉടനെ തന്നെ ജലപീരങ്കി ഉപയോഗിച്ചു. മറ്റു സമരങ്ങളിൽ കാണാത്ത രീതിയിൽ തുടർച്ചയായുള്ള ജലപീരങ്കി ഉപയോഗം പല പ്രവർത്തകരും അകലേക്ക് തെറിച്ചു വീഴുന്ന സ്ഥിതിയുണ്ടായി. പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. അതിനുശേഷം ശോഭാ സുരേന്ദ്രനും K. സുരേന്ദ്രനും നിരവധി വെല്ലുവിളികളും ആരോപണങ്ങളും ഉയർത്തുന്ന പ്രസംഗങ്ങളിലൂടെയാണ് കടന്നുപോയത്. ഏതായാലും അവസാന ഘട്ടത്തിൽ ശാന്തമായ സമരം അവസാനിച്ചെങ്കിൽ പോലും തുടർ ചലനങ്ങൾ കൂടുതലുണ്ടാകുമെന്ന സന്ദേശം കൂടി നൽകുന്നതായിരുന്നു ഇന്നത്തെ സമരം. ഇന്ന് രാവിലെ സുരേഷ് ഗോപി 9:30 റെയിൽവേ സ്റ്റേഷനിലെത്തുന്നത്. റെയിൽവേ സ്റ്റേഷനിലെത്തിയ സുരേഷ് ഗോപിയെ പ്രവർത്തകർ സ്വീകരിച്ചു. പിന്നീട് അദ്ദേഹം 5 നേതാക്കൾ, ജില്ലാ നേതാക്കൾ പരിക്കുപറ്റി ഇന്നലെ ഉണ്ടായ സംഘർഷത്തിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിലേക്ക് വന്നു. ആശുപത്രിയിൽ ഈ പ്രവർത്തകരുമായി നേതാക്കളുമായി സംസാരിച്ച് തുടർന്ന് അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് പോയി. 3 സ്ഥലങ്ങളിലും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. ഒറ്റ തവണ മാത്രമാണ് ചെയ്തതിനെല്ലാം നന്ദി എന്ന ഒറ്റ വാക്കിലൊതുക്കി ഇന്നത്തെ പ്രതികരണം. അതിനുശേഷം അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങുകയായിരുന്നു. വരും ദിവസങ്ങളിലും പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും തുടരുമെന്ന സൂചനയാണ് സത്യത്തിൽ ഇന്ന് സമരം നൽകിയത്. റോഷ്നി, തൃശൂരിലെ പ്രതിഷേധത്തിനെ കുറിച്ചാണ് ജെയ്സൺ വിവരങ്ങൾ നൽകിയത്. എറണാകുളം കമ്മീഷണർ ഓഫീസിലേക്കുള്ള BJP മാർച്ച് ലേബി സജീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ. ലേബി, എറണാകുളത്തെ പ്രതിഷേധം എങ്ങനെയായിരുന്നു? റോഷ്നി, തൃശൂർ സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് കമ്മീഷൻ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ച് കമ്മീഷൻ ഓഫീസിന് സമീപത്ത് വെച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തകർത്തു. വലിയ അംഗസംഖ്യ ഇല്ലായിരുന്നുവെങ്കിലും ശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങളിൽ സംഘടിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. എങ്കിലും ഉള്ള ആളുകൾ വളരെ ശക്തമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് BJP ജില്ലാ ഓഫീസിൽ നിന്നാണ് പ്രതിഷേധമായി അങ്ങോട്ടെത്തിയത്. BJP മാർച്ച് ആയതുകൊണ്ട് ഒരു സംഘർഷ സാധ്യത ഉണ്ടായേക്കും എന്നൊരു സൂചനയൊക്കെ രാവിലെ വന്നിരുന്നു. അതുകൊണ്ടാവണം പോലീസ് വലിയ സന്നാഹം തീർത്തിരുന്നു. പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. പോലീസ് ബാരിക്കേഡ് കൊണ്ട് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ വെച്ച് തന്നെ മാർച്ച് തടഞ്ഞിരുന്നു. തടഞ്ഞതിനെ തുടർന്ന് അവിടെ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ച് അവിടെ ഏതാണ്ട് അരമണിക്കൂറോളം നീണ്ടു നിന്നു ഇവരുടെ പ്രതിഷേധ പരിപാടികൾ. അതിനുശേഷമാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത്. ഏതായാലും വരും ദിവസങ്ങളിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ പരിപാടികൾ ശക്തിപ്പെടുത്താനാണ് ജില്ലാ BJP നേതൃത്വത്തിന്റെ തീരുമാനം. റോഷ്നി, യെസ്, ലേബി തുടരണം. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി വേണം. വിവാദങ്ങൾക്കിടെ BJP കോർ കമ്മിറ്റി യോഗം നാളെ കൊച്ചിയിൽ ചേരും. എറണാകുളം YMCAയിൽ 10:30 യോഗം ചേരുക. ലേബി, അതിനെക്കുറിച്ച് കൂടി. റോഷി, നാളെ BJPയുടെ കോർ കമ്മിറ്റി യോഗം കൊച്ചിയിൽ ചേരുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു സമയത്തു കൂടിയാണല്ലോ റോഷ്നി, പ്രത്യേകിച്ച് കേരള നേതൃത്വം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ക്രൈസ്തവ സഭകളുമായി ഏറെ അടുപ്പം പുലർത്താനുള്ള വലിയ ശ്രമം BJPയുടെ ഭാഗത്തു നിന്ന് വരുന്നതിനിടയിലാണ് തിരിച്ചടി എന്നോണം ഛത്തീസ്ഗഡ് ഉണ്ടാകുന്നത്. അവിടെ കന്യാസ്ത്രീകൾക്ക് നേരെ ഉണ്ടായ ആക്രമണം വലിയ പ്രതിസന്ധിയാണ് സംസ്ഥാനത്തെ BJP നേതൃത്വത്തിനുണ്ടായത്. അന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ട് സിറോ മലബാർ സഭ ആസ്ഥാനത്തെത്തി മേജർ ആർച്ച് ബിഷപ്പിനെ തന്നെ നേരിട്ട് കാണുന്നു. CBCI അധ്യക്ഷനെ നേരിട്ട് കാണുന്നു. അതിനുശേഷമാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത്. അതുകൊണ്ട് ആശ്വാസപ്പെട്ടിരിക്കുന്നതിനിടയിലാണ് വീണ്ടും 2 വൈദികർക്ക് നേരെയുള്ള ആക്രമണം സമാനമായ സാഹചര്യത്തിൽ ഒഡീഷയിൽ ഉണ്ടാകുന്നത്. ഇതൊക്കെ വലിയ പ്രതിസന്ധിയാണ് സഭയുമായി ഒരു ബന്ധം ഉണ്ടാക്കാനിരിക്കുന്നതിനിടെ BJP നേതൃത്വത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇതെല്ലാം കോർ കമ്മിറ്റിയിൽ കടന്നു വരിക തന്നെ ചെയ്യും. പ്രകാശ് ജാവദേക്കർ അടക്കമുള്ള നേതാക്കൾ കൊച്ചിയിലേക്ക് എത്തിയിട്ടുമുണ്ട്. റോഷ്നി, ഓക്കെ, ലേബി സജീന്ദ്രനാണ് വിശദാംശങ്ങൾ.